എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് ഒരു പുരുഷനോട് മനസ്സിൽ രഹസ്യമായിട്ട് ഒരു ഇഷ്ടം തോന്നിയാൽ, ഒരു താല്പര്യം തോന്നിയാൽ, സ്നേഹം തോന്നിയാൽ അവൾ അവനോട് പറയുന്ന 7 വാക്കുകൾ ആണ് അല്ലെങ്കിൽ 7 വാക്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ അവൾക്ക് അങ്ങനെ ഒരു ക്രഷ് തോന്നിയിട്ടുണ്ടെങ്കിൽ മാത്രമേ അവൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയത്തുള്ളൂ എന്നുള്ളതാണ്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനായിട്ട് മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഒന്നാമതായിട്ട് നമ്മൾ രണ്ടും നല്ല ഫ്രണ്ട്സ് അല്ലേ, അതിൽ കവിഞ്ഞ് മറ്റൊന്നും ഇല്ലല്ലോ അല്ലേ എന്നുള്ള രീതിയിൽ എപ്പോഴും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പം അങ്ങനെ കൂടെ ചോദിക്കുന്നതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും അവൾ നിങ്ങളെ ഫ്രണ്ടായിട്ടല്ല കാണുന്നത്. സത്യത്തിൽ നിങ്ങളെ ഇഷ്ടമാണ്, ഉള്ളുകൊണ്ട് താല്പര്യമൊക്കെ ഉണ്ട്. പക്ഷേ അത് അവൾക്ക് പറയാനായിട്ട് മടിയാണ്. ഒരുപക്ഷെ നിങ്ങളത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് അതല്ലെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങൾ അവളെ വെറും ഫ്രണ്ടായിട്ടാണെങ്കിലോ കാണുന്നത്, അതുകൊണ്ട് തന്നെ അവളെ നിങ്ങൾ റിജക്റ്റ് ചെയ്താലോ എന്ന് ഭയന്നിട്ട്, ഈ ഒരു റിജക്ഷൻ കിട്ടാതിരിക്കാൻ വേണ്ടി ആദ്യമേ നിങ്ങളുടെ മനസ്സറിഞ്ഞിട്ട് പറയാമെന്ന് വിചാരിച്ചിട്ടായിരിക്കാം അവൾ അങ്ങനെ പറയുന്നത്. അപ്പോൾ നമ്മൾ ഫ്രണ്ടല്ല, അത് അപ്പുറത്തേക്കൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അവൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു റീഅഷുറൻസ് ആണ്. അത് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു റീഅഷുറൻസ് അല്ല. പല ആണുങ്ങളും വിചാരിക്കും ഫ്രണ്ടാണോ എന്ന് ചോദിച്ചു കഴിയുമ്പോൾ അതെ നമ്മൾ ഫ്രണ്ടാണ്, അതിൽ കൂടുതലൊന്നും ഇല്ലയെന്ന് പറയും. സത്യത്തിൽ ഇവൻ്റെ മനസ്സിൽ മുഴുവൻ അവളെ ഇഷ്ടമായിരിക്കും, പ്രണയമായിരിക്കും. പക്ഷേ അത് പറയാൻ അവന് പേടിയാണ്. കാരണം അവൻ ഓർക്കണേ ഓക്കെ അവൾ ഫ്രണ്ടല്ലേ എന്ന് ചോദിക്കുമ്പം ഫ്രണ്ട് ആണെന്ന് പറഞ്ഞില്ലെങ്കിൽ അവൾക്ക് ഇഷ്ടപ്പെടത്തില്ല, അപ്പോൾ അവൾ ഇട്ടിട്ട് പോകും എന്നോർത്തിട്ട് ഈ മണ്ടം പറയും അതെ നമ്മൾ തമ്മിൽ ഫ്രണ്ടാണ്, വേറെ ഒന്നുമില്ല. പക്ഷേ അവൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന അതല്ല, നമ്മൾ തമ്മിൽ ഫ്രണ്ട്സ് അല്ല, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, എനിക്ക് നിന്നെ ഫ്രണ്ടായിട്ട് കാണാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിലായിരിക്കും അവൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൂടെ ചോദിച്ചിങ്ങനെ ഉറപ്പിക്കുന്ന പോലെ ഇങ്ങനെ ചോദിക്കുന്നത്. പക്ഷേ അവൾ ആഗ്രഹിക്കുന്നത് മറ്റൊന്നാണ്. അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ, ഇപ്പം വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു ബിഗ് ബോസ് മലയാളം സീസണിൽ അതിലുണ്ടായിരുന്ന ഒരു ഫീമെയിൽ കണ്ടസ്റ്റൻറ്റ് അവളുടെ ബോയ് ഫ്രണ്ടിനോട് എപ്പോഴും ചോദിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്, നമ്മൾ തമ്മിൽ ഫ്രണ്ട്സ് അല്ലേ, അതിൽ കൂടുതലൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന് അവൾ എപ്പോഴും ഇങ്ങനെ ചോദിക്കുമായിരുന്നു. ആ ഒരു സീസണിലുടനീളം നിങ്ങൾ എടുത്തു നോക്കിയാൽ അറിയാം, എല്ലാ എപ്പിസോഡിലും ഈ കുട്ടി ഇതിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ അവൾക്ക് ഈ പുള്ളിക്കാരനെ ഭയങ്കര ഇഷ്ടമായിരുന്നു, ഉള്ളുകൊണ്ട് ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു, പ്രണയമുണ്ടായിരുന്നു. അവസാനം ഇവർ തമ്മിൽ പ്രണയത്തിലാവുകയും ചെയ്തു. പക്ഷേ അവരുടെ ഒരു വിവാഹം നടന്നില്ല എന്ന് മാത്രം. കാരണം വിധി മറ്റൊരു രീതിയിലായിരുന്നു, അതെന്തോ ആയിക്കോട്ടെ. പക്ഷേ അങ്ങനെ ചോദിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവർക്ക് നിങ്ങളോട് താല്പര്യമുണ്ട് എന്ന് തന്നെയാണ്. എന്നാൽ നിങ്ങളുടെ വായിൽ നിന്ന് തന്നെ അവളെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് കേൾക്കാൻ വേണ്ടിയിട്ടാണ് അവൾ കൂടെ ഇങ്ങനെ ഇത് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്. അല്ലെങ്കിൽ ഇന്നലെ ഇപ്പോൾ നിങ്ങൾ മമ്മി ഫ്രണ്ട്സാണെന്ന് പറഞ്ഞെങ്കിൽ പിന്നെ ഇന്ന് അവൾക്ക് ചോദിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അവൾ ചോദിക്കുന്നത് അവൾക്കറിയാം നിങ്ങളുടെ മനസ്സിൽ ഇഷ്ടമുണ്ട്, പക്ഷേ പറയുന്നില്ല. അപ്പോൾ അത് പറയിക്കാൻ വേണ്ടിയിട്ടാണ് അവളിങ്ങനെ എപ്പോഴും ഇങ്ങനെ ഇട്ട് തന്ന് ചോദിക്കുന്നതെന്നുള്ളതാണ്. ഇനി രണ്ടാമതായിട്ട്, നമ്മൾ തമ്മിൽ എന്തോ മുൻകാല ബന്ധമുണ്ടെന്നാണ് തോന്നുന്നത്. അതും അല്ലെങ്കിൽ കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ തമ്മിൽ വളരെയധികം ക്ലോസ് ആയിരുന്നു എന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ എന്തോ ഒരു ക്ലോസ് റിലേഷൻഷിപ്പ് നമ്മൾ തമ്മിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ തമ്മിൽ നല്ലൊരു ഫ്രണ്ട്സായി തീർന്നത്. കണ്ടോ, നമ്മുടെ ഫ്രണ്ട്സ് വളരെ മനോഹരമല്ലേ, നമ്മളെപ്പോലെ നല്ല ഫ്രണ്ട്സ് വേറെ ഉണ്ടാവില്ല എന്നൊക്കെയുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം നിങ്ങളെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഉള്ളിൽ നിങ്ങളോട് ശരിക്കും താല്പര്യമുണ്ട്. ഇത് ഐ ലവ് യു എന്ന് പറയുന്നതിൻ്റെ മറ്റൊരു രീതി തന്നെയാണ്. പക്ഷെ അത് പെട്ടെന്ന് പുരുഷന്മാർക്ക് അത് മനസ്സിലാവില്ല. കാരണം അല്ലെങ്കിൽ ഒരു പെണ്ണും ഇങ്ങനെയൊന്നും പറയത്തില്ല. കാരണം സാധാരണ വലിയ ഇഷ്ടമൊന്നും തോന്നാത്ത, താല്പര്യമൊന്നും തോന്നാത്ത ആണുങ്ങളോട് ഇങ്ങനത്തെ വർത്തമാനമേ പെണ്ണുങ്ങൾ പറയത്തില്ലെന്ന് മാത്രമല്ല, അവരിങ്ങോട്ട് എത്ര മെസ്സേജ് അയച്ചാലും, അവർ 10 മെസ്സേജ് അയച്ചാലും അതിനൊരു 2 എണ്ണത്തിന് പോലും റിപ്ലൈ കൊടുക്കത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ രീതിയിലൊക്കെ പറയുകയാണെങ്കിൽ ശരിക്കും ആ ഒരു ഇഷ്ടം മനസ്സിലുള്ളതുകൊണ്ടാണ് അങ്ങനെ. ഇനി ഈ ബന്ധം കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ അവർ ഒരു പക്ഷേ പറഞ്ഞേക്കാം നമ്മൾ തമ്മിൽ നല്ലൊരു സോൾ കണക്ഷൻ ഉണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ നല്ലൊരു സോൾമേറ്റ് ആണെന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് നമ്മൾ തമ്മിൽ ഈ ഒരു മനോഹരമായിട്ട് ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ അവർ പറയും. ഇനി മൂന്നാമതായിട്ട്, ഞാൻ മറ്റാരോടും ഇത്രയും മനസ്സ് തുറന്ന് സംസാരിച്ചിട്ടില്ല, പക്ഷേ നിൻ്റെ അടുത്ത് എനിക്കിങ്ങനെ ഒരുപാട് മനസ്സ് തുറന്ന് സംസാരിക്കാനായിട്ട് പറ്റുന്നു, അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് ഫ്രീഡത്തോടു കൂടി സംസാരിക്കാൻ പറ്റുന്നു, അല്ലെങ്കിൽ എനിക്ക് എന്തും നിന്നോട് തുറന്നു പറയാനുള്ള ഒരു ഫ്രീഡം തോന്നുന്നുണ്ട്. കാരണം അത്രയ്ക്ക് എനിക്ക് നിന്നെ വിശ്വാസമുണ്ട്. അപ്പോൾ എനിക്ക് നിന്നോട് എല്ലാം തുറന്നു പറയാവുന്ന ഒരു ഫീലാണ്. അപ്പോൾ അങ്ങനെ പലപ്പോഴും പെൺപിള്ളേർ പറയാറുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം അവർ നിങ്ങളെ ശരിക്കും സ്നേഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളോട് മനസ്സുകൊണ്ട് നല്ലൊരു താല്പര്യമുണ്ട്, നല്ലൊരു അടുപ്പം ഉണ്ടെന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരിക്കലും അവരങ്ങനെ പറയത്തില്ല, നിങ്ങളോട് അങ്ങനെ അവരുടെ മനസ്സ് തുറക്കാൻ തയ്യാറാവത്തില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് മാത്രമാണ് ഇപ്പോൾ ഇവരിങ്ങനെ ഈ രീതിയിൽ ഷെയർ ചെയ്യുന്നത്, അതുകൊണ്ട് നിങ്ങളെ ശരിക്കും താല്പര്യമുണ്ട് എന്ന് തന്നെയാണ് അവർ ആ പറയുന്നതിൻ്റെ അർത്ഥം. ഇനി നാലാമതായിട്ട്, നിന്നെ ഞാൻ ഇന്നലെ സ്വപ്നം കണ്ടു, ആ സ്വപ്നത്തിൽ നീ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു, അത് പെട്ടെന്ന് ഞാൻ ഉണർന്ന് എണീറ്റ് പോയി, മൊത്തം കാണാൻ പറ്റിയില്ല. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളെക്കുറിച്ച് സ്വപ്നം കണ്ടു എന്നൊക്കെ പറഞ്ഞ് ആ ഒരു പെൺകുട്ടി പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം അവർക്ക് നിങ്ങളോട് താല്പര്യം ഉണ്ടെന്നുള്ളതാണ്. പലപ്പോഴും സ്വപ്നമൊന്നും കണ്ട് കാണത്തില്ല, പക്ഷേ നിങ്ങളുമായിട്ട് ക്ലോസ് ആയിട്ടുള്ള കുറച്ച് മൊമെൻറ്റ്സ് ഉണ്ടായി എന്ന് പറയാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു സ്വപ്നം പലപ്പോഴും ക്രിയേറ്റ് ചെയ്യുന്നതാണ് എന്നുള്ളതാണ് സത്യം. അപ്പോൾ അങ്ങനെ അവർ നിങ്ങളെ സ്വപ്നം കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറയുകയാണെങ്കിൽ അവർ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, നിങ്ങളെ ഇഷ്ടമാണ് എന്നൊക്കെ തന്നെയാണ് അവരിങ്ങനെ പറയാതെ പറയുന്നത്. ഇനി അഞ്ചാമതായിട്ട്, എല്ലാ പെൺകുട്ടികളെ അങ്ങനെ കണ്ണു അടച്ച് വിശ്വസിക്കരുത്. നിനക്കൊരു പക്ഷേ പെണ്ണുങ്ങളെക്കുറിച്ച് അറിയാൻ മേലായിട്ടാണ്. പല പെൺകുട്ടികളും അങ്ങനെ ശരിയല്ല. അപ്പോൾ നിങ്ങളെ വഴിതെറ്റിക്കാൻ അല്ലെങ്കിൽ വശീകരിക്കാനൊക്കെയാണ് അവർ ശ്രമിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവത്തില്ല. അപ്പോൾ നിങ്ങളെ വീഴ്ചെടുക്കാനാണ് പലരും നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർ പറയണമെന്ന് വിശ്വസിക്കരുത്, അല്ലെങ്കിൽ അവരോട് അത്ര അടുക്കാനൊന്നും പോവരുത്
എന്നൊക്കെ രീതിയിലുള്ള ഉപദേശങ്ങൾ ചിലപ്പോൾ പെൺകുട്ടികൾ തരും. അപ്പോൾ അതിൻ്റെ അർത്ഥം അവർക്ക് നിങ്ങളെ ഒരു നോട്ടമുണ്ട്, അല്ലെങ്കിൽ നിങ്ങളോടൊരു താല്പര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളൊരു പക്ഷേ മറ്റൊരു പെൺകുട്ടികളോട് സംസാരിക്കുന്നതാണ്, അല്ലെങ്കിൽ മറ്റ് ഓപ്പോസിറ്റ് ജെൻഡറിൽപ്പെട്ടവരോട് ഒരുപാട് ഇങ്ങനെ സംസാരിക്കുകയും ഇടപഴകുകയൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ അവർക്ക് ആ മനസ്സിൽ ഇഷ്ടമുള്ളതുകൊണ്ട് ഒരു ചെറിയ അസൂയ വരികയും, അപ്പോൾ അങ്ങനെ ഉള്ള ഒരു സന്ദർഭത്തിലാണ് ഇങ്ങനെയുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് പെൺകുട്ടികൾ പലപ്പോഴും പറയുക. അതെ, അവളെ അങ്ങനെ വിശ്വസിക്കുകയൊന്നും വേണ്ട, അത്ര കണ്ണുടച്ച് വിശ്വസിക്കുകയൊന്നും വേണ്ട, പെൺകുട്ടികളെല്ലാവരും അങ്ങനെ അത്ര നല്ലവരൊന്നും അല്ല, അല്ലെങ്കിൽ നിങ്ങളെ വഴിതെറ്റിക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെ ഉള്ള രീതിയിൽ പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവർക്ക് നിങ്ങളോട് ക്രഷുണ്ട്, അതുകൊണ്ട് അവർക്കൊരു അസൂയ തോന്നി എന്നുള്ളതാണ്. ഇനി ആറാമായിട്ട്, നിൻ്റെ സ്വരം കേൾക്കാൻ നല്ല രസമുണ്ട്, എനിക്ക് നിൻ്റെ സ്വരം വളരെയധികം ഇഷ്ടമാണ്. അതുപോലെ നിനക്ക് നല്ല ഹൈറ്റ് ഉണ്ടല്ലോ, നല്ല രസമുണ്ട്, എനിക്കിങ്ങനെ ഹൈറ്റുള്ളവരെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ രീതിയിൽ നിങ്ങളുടെ എന്തെങ്കിലും ഒരു പോസിറ്റീവ് കാര്യം പറഞ്ഞിട്ട് എനിക്കത് ഇഷ്ടമാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം അവർക്ക് നിങ്ങളെ ഇഷ്ടമാണ്, നിങ്ങളുടെ ആ ഫീച്ചേഴ്സ് അവൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അവളുടെ മനസ്സിൽ നിങ്ങൾക്കൊരു സ്ഥാനമുണ്ട് എന്നാണ് അവൾ പറയാതെ പറയുന്നത്. ഇനി ഏഴാമായിട്ട്, എന്നിൽ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണ്? ഇപ്പോൾ എൻ്റെ കണ്ണാണോ, മൂക്കാണോ, അല്ല അങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കും. അതാണോ ഇതാണോ ഇഷ്ടം, അല്ലെ ഏതെങ്കിലുമൊക്കെ ഡ്രസ്സ് ധരിച്ച് വരുമ്പോൾ ഞാൻ ഈ ഡ്രസ്സിൽ എങ്ങനെയുണ്ട് എന്നെ കാണാൻ. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങളോട് അതിൻ്റെ അഭിപ്രായം ചോദിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവളിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന എന്താണ് എന്നൊക്കെ അവൾ അറിയാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം അവൾക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ അവളോട് അങ്ങനെ ഒരു സ്നേഹം തോന്നുന്നുണ്ടോ, അല്ലെങ്കിൽ അവൾ നിങ്ങളുടെ കണ്ണിൽ സുന്ദരിയാണോ, അല്ലെങ്കിൽ അവളുടെ എന്തെങ്കിലുമൊക്കെ ഫീച്ചേഴ്സ് നിങ്ങളെ പ്രത്യേകം ആകർഷിച്ചിട്ടുണ്ടോ എന്നറിയാനായിട്ടാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലിരിപ്പ് ശരിക്കും അവളെക്കുറിച്ചുള്ള എന്താണ് നിങ്ങൾ അവളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് അവളിങ്ങനെ സൂത്രത്തിലുള്ള ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു എന്നുള്ളതുകൊണ്ട് നിങ്ങളെ അവൾ കയറി പ്രണയിക്കണമെന്നോ അല്ലെങ്കിൽ അത് നല്ലൊരു ബന്ധത്തിലേക്ക് ആകണമെന്നോ ഒന്നും അർത്ഥമില്ല. അത് മനസ്സിൽ നമുക്ക് ഒരാളോട് ഒരു ആകർഷണം തോന്നുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഇഷ്ടവും താല്പര്യമൊക്കെ തോന്നി തുടങ്ങുമ്പോൾ അവരിങ്ങനെയൊക്കെ പറയുന്നതാണ്. പിന്നെ എല്ലാ സാഹചര്യം അനുസരിച്ചാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുക. അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെ ഒരു നല്ലൊരു റിലേഷൻഷിപ്പിലേക്കൊക്കെ വളരത്തുള്ളൂ. അപ്പോൾ അതിന് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും അത് അവിടെ വെച്ച് തന്നെ ഇല്ലാതെയായി പോകും. അപ്പോൾ അതുകൊണ്ട് ഇത് കേൾക്കുമ്പോഴേ എല്ലാവരും അങ്ങ് മനസ്സിൽ ഇടുപൊട്ടി സന്തോഷിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് തരാനായിട്ട് മറക്കരുത്. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. നന്ദി.